പ്രവീൺ, കുറെ ആയല്ലോ കണ്ടിട്ട്. ഞാൻ സ്ഥലത്തിലായിരുന്നു. വിനോദില്ലേ ഇവിടെ? അകത്ത് കിടപ്പില, നല്ല പനിയുണ്ട്. നല്ല പനിയുണ്ടല്ലോ, ദേഹമൊക്കെ ചുമന്നിരിക്കുന്നു. ഡോക്ടറെ കാണിച്ചില്ലേ? ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡെങ്കിപ്പനിക്ക് എന്ത് മരുന്ന് കഴിച്ചിട്ടെന്താ? അതിനൊക്കെ പ്രകൃതിദത്തമായ വേറെ വഴിയുണ്ട്. ദൈവമേ, ഡെങ്കിയാണോ? അത് നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ വായിച്ച് മനസ്സിലാക്കി. എടോ, പാഷൻ ഫ്രൂട്ടും കിവിപ്പഴവും ജ്യൂസ് അടിച്ച് കഴിച്ചാ മതി, ഇതെല്ലാം താനേ മാറിക്കോളും. ഇതാരാ നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടതാ. വായിച്ചപ്പോ അതൊക്കെ സത്യമാണെന്ന് എനിക്കും തോന്നി. ദേ, നീ ആരുടെയും വിവരക്കേട് വായിച്ചു കൂട്ടിയിട്ട് അപകടം വരുത്തി വെക്കരുത് കേട്ടോ. ഒരപകടവും വരില്ല പ്രവീണേ. ആശുപത്രി പോയാ ഡോക്ടർമാര് കുറെ ഗുളികയും മരുന്നും തരും. എന്നിട്ടെന്താ, അത് തന്നെ വിഷമാണ്. ഇതും വാട്സപ്പ് മെസ്സേജ് വായിച്ച അറിവായിരിക്കും. ഇനിയും നിന്റെ മണ്ടത്തരം കേട്ടോണ്ടിരിക്കാൻ ഞാനില്ല. നീ വേഗം എഴുന്നേറ്റ്, നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോണം. ഇനി ഒന്നും പറയണ്ട. അറിയാത്ത കാര്യങ്ങളിൽ ആധികാരികമായി അഭിപ്രായം പറയുന്നതും നവമാധ്യമങ്ങളിലൂടെ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും നമ്മുടെ സ്വഭാവ വൈകൃതമായി മാറിയിരിക്കുന്നു. പനി പടർന്നു പിടിക്കുമ്പോഴും വിലപ്പെട്ട ഓരോ ജീവനും നഷ്ടപ്പെടുമ്പോഴും നമ്മൾ കണ്ണു തുറക്കുന്നില്ല. ഇത്തരം ഉപദ്രവ സന്ദേശങ്ങളാൽ കുറെ ആളുകളെങ്കിലും സ്വാധീനിക്കപ്പെടുന്നതും സമൂഹത്തിൽ ഗുരുതര ഭവിഷ്യത്തുകൾ ഉണ്ടാവുന്നതും ഇനിയും കണ്ടില്ലെന്ന് നടിക്കാമോ? പാഷൻ ഫ്രൂട്ടും കിവി പഴവും കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് ഡെങ്കു പനിക്കോ മറ്റേതെങ്കിലും അസുഖങ്ങൾക്കോ ഉള്ള മരുന്നല്ല എന്നറിയുക. നമുക്ക് ആരോഗ്യ പ്രവർത്തകരുടെ സന്ദേശങ്ങൾ മുഖവിലക്കെടുക്കാം. ലെറ്റ് us change.